യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷമുള്ള ഗാസ മുനമ്പിൽ ഇസ്രയേൽ തങ്ങളുടെ സാന്നിധ്യം നാടകീയമായി വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. 50% പ്രദേശങ്ങൾ ഇസ്രയേൽ സൈന്യം നിയന്ത്രിക്കുകയും പാലസ്തീനികളെ ഭൂമിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നെറ്റ്സാരിയും ഇടനാഴിയും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ് നിലവിലുള്ളത്. ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ബഫർ സോണിന്റെ വലിപ്പം ഇരട്ടിയായി മാറിയിരിക്കുകയാണ്. ഗാസയിലേക്ക് 3 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രദേശങ്ങളും സൈന്യത്തിന്റെ അധീനതയിലാണെന്ന് ഇസ്രയേൽ പുറത്തിറക്കിയ ഭൂപടത്തിൽ നിന്നും വ്യക്തവുമാണ്. ഗാസയിലെ ഖാൻ യൂനീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമപ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്ന ഒരു കൂടാരത്തിന് നേരെ നടത്തിയ മാരകമായ ആക്രമണമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതി എന്നത്. ആക്രമണത്തെ പാലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അപലപിച്ചതായി അൽ ജസീറ റിപ്പോർട്ടും ചെയ്തിരുന്നു. പാലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെയും സിവിൽ ഡിഫൻസിലെയും 15ഓളം അംഗങ്ങളാണ് ആക്രമണത്തിൽ കൂടുതൽ കൊല്ലപ്പെട്ടത്. മാർച്ച് 23 തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രയേൽ സൈന്യം ആംബുലൻസുകളുടെയും അടിയന്തര വാഹനങ്ങളുടെയും ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ച ആക്രമണം നടത്തിയിരുന്നു. വാഹനങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഹമാസ് ആയുധ ഗ്രൂപ്പ് എന്നാണ് ഇസ്രയേൽ സൈന്യം ഉന്നയിച്ച പ്രധാന അവകാശവാദം. പക്ഷേ റാഫയ്ക്ക് സമീപം 15 അടിയന്തര സേവന ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രാരംഭ വിവരണം മാറ്റിമറിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇസ്രയേൽ സൈന്യം കൂടുതലും നൽകുന്നത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന അവസരത്തിൽ കൂടിയാണ് ഇസ്രയേൽ സൈന്യം ഇത്തരം തിരുത്തലുകൾ പ്രധാനമായിട്ടും നടത്തിവരുന്നത്. റെഡ് ക്രസന്റ് സിവിൽ എമർജൻസി സർവീസ്, UN എന്നിവിടങ്ങളിൽ നിന്നുള്ള 15 പേരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇവ ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി റെഡ് ക്രസന്റ് UN ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി.